Hi, I'm Mohammed Shafiq. ഇന്നിവിടെ JBL E25BT Wireless in-ear headphone കുറിച്ചുള്ള വീഡിയോ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് പ്രൊഡക്റ്റ്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹെഡ്ഫോൺ കേബിൾ ലെങ്ത് 55.5 cm, അതുപോലെ വെയിറ്റ് വരുന്നത് 16.5 gram ആണ്. അതുപോലെ ഇയർ ടിപ്പ് മെറ്റീരിയൽ വരുന്നത് സിലിക്കൺ ആണ്. ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 4.1 ആണ്. അതുപോലെ ബാറ്ററി ചാർജിങ് ടൈം വരുന്നത് MT-ലാണെങ്കിൽ 2 hours ആണ്. ടോക്ക് ടൈമും പ്ലേ ടൈമും വരുന്നത് 8 hours ആണ്. റീചാർജബിൾ ബാറ്ററിയാണ്. അതുപോലെ JBL Signature Sound ഉണ്ട്. പിന്നെ ക്യാരിങ് പൗച്ച് ഉണ്ട്. സിറിയും ഗൂഗിൾ നാവും സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ കൂടെ ഉള്ളത് ഒരു കാറ്റലോഗ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ നമുക്കറിയാം ജസ്റ്റ് ഇതിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. എങ്ങനെയാണ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഓൺ ആക്കേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൊരു ചെറിയൊരു കുഞ്ഞു പൗച്ചുണ്ട്. ഇതെന്താ നമുക്കൊന്ന് നോക്കാം. നല്ല രസകരമായൊരു ചെറിയൊരു ബാഗാണ്. വാവ്, ഇതിൻ്റെ ഹെഡ്സെറ്റും ഇയർ സ്പീക്കറിന് വെക്കാനുള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് വെക്കാനും പിന്നെ മറ്റുള്ളതുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കോളർമ ഇങ്ങനെ വെക്കാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ചാർജറുണ്ട്. ഇയർ ടിപ്സ് 3 തരത്തിൽ വരുന്നുണ്ട്: സ്മോള്, മീഡിയം, ലാർജ്. അതിൽ ഓൾറെഡി മീഡിയമാണ് നമ്മുടെ ഹെഡ്സെറ്റും ഇപ്പോൾ ഉള്ളത്. നമുക്കിത് കോളറിൽ ഒന്ന് വെച്ച് നോക്കാം. വാവ്, ഇങ്ങനെ കോളർമ വെക്കാനുള്ളതാണ്. ഇതൊന്ന് ഓണാക്കി നോക്കാം. വാവ്, ഓണായി. ഈ കാണുന്ന വോളിയം കീസാണ്. ഇത് വോളിയം അപ്പ് കീയും അതുപോലെ വോളിയം ഡൗൺ കീയും പിന്നെ പവർ ഓണാക്കുന്നതിന് വേണ്ടിയുള്ള പെയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള കീയാണ്. ഈ കാണുന്നത് ചാർജർ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോർട്ടാണ്. USB കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പോർട്ടാണിത്. ഇതിൽ കണക്ട് ചെയ്ത് ജസ്റ്റ് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഇപ്പോൾ ഒന്ന് കേൾപ്പിച്ച് നോക്കാം. നമുക്കിത് ഫോണുമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് പെയറിങ് കൊടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്തു. നമുക്ക് ഈ ഹെഡ്സെറ്റ് ഒന്ന് വെച്ച് നോക്കാം. കോളറിൽ കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ചെയ്ത് എത്രത്തോളം സൗണ്ട് എഫക്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് തന്നെ നമുക്കൊന്ന് പ്ലേ നോക്കാം. അത്യാവശ്യം നല്ല കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്, നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ ശബ്ദമൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. ശബ്ദം ഓൾറെഡി കൂടിയിട്ടാണ്. ശബ്ദമൊക്കെ ഒന്ന് കുറച്ച് നോക്കുന്ന. ഓക്കെ, ഒക്കെ നല്ല എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വീഡിയോ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ കൂടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ ബൈ.